ഭൂപതിവ് ചട്ടഭേദഗതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. പട്ടയഭൂമി വകമാറ്റിയാൽ ക്രമീകരിച്ച് നൽകാനുള്ള തടസ്സം ഇതോടെ നീങ്ങി. 1500 ചതുരശ്ര അടി വരെയുള്ള നിർമ്മാണങ്ങൾക്ക് സൗജന്യമായി ക്രമപ്പെടുത്തൽ അനുവദിക്കും. സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ ചട്ടം പ്രാബല്യത്തിൽ വരും. മലയോര മേഖലയ്ക്ക് ആശ്വാസമായ പ്രധാന കാൽവയ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം പാലിക്കപ്പെട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തികച്ചും ജനാധിപത്യപരമായാണ് സർക്കാർ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ഏറ്റവും നിർണായകമായത് വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകലാണ്. വിപുലമായ ചർച്ചകൾക്ക് ശേഷം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, CM പറഞ്ഞതുപോലെ വിപുലമായ ചർച്ചകളും കൂടിയാലോചനകളും വേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരിൻ്റെ പരിഗണനയിൽ ഈ ചട്ടഭേദഗതിയും അനുബന്ധ വിഷയങ്ങളും ഉണ്ടായിരുന്നു. അതിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ? അത് അംഗീകാരം നൽകി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ അതിൽ വിലയിരുത്തണം? ഏതൊക്കെ തരത്തിലായിരിക്കും ഇത് നടപ്പാക്കിയെടുക്കുക? അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? വിജയകുമാർ, മലയോര ജനതയുടെ പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യത്തിനാണ് ഭൂപതിവ് ചട്ടത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. അവരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ഇതോടെ സാധ്യമാകുന്നത്. എന്നാൽ ഇനി ചില നടപടിക്രമങ്ങൾ കൂടി ഈ ചട്ടത്തിൽ പ്രാബല്യത്തിൽ വരണമെങ്കിൽ ബാക്കിയുണ്ട്. അത് സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരമാണ്. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരം കൂടി കഴിഞ്ഞാൽ ചട്ടം വിജ്ഞാപനം ചെയ്ത് പ്രാബല്യത്തിൽ വരും. അതോടെ ഈ പട്ടയഭൂമി ക്രമവൽക്കരിച്ച് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെങ്കിൽ അത് ക്രമവൽക്കരിച്ച് എടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. ഇത്തരത്തിലുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾക്ക് സമർപ്പിച്ചാൽ 90 ദിവസത്തിനകം പരിഹരിക്കണം എന്നാണ് നിർദ്ദേശം. അങ്ങനെ 90 ദിവസത്തിനകം പരിഹരിച്ചില്ലെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടതായി കണക്കാക്കുമെന്നുള്ള ഭേദഗതി നിർദ്ദേശം കൂടി പുതിയ ചട്ടത്തിലുണ്ട്. ഇതോടൊപ്പം തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള കെട്ടിടങ്ങൾ ക്രമവൽക്കരിച്ച് നൽകുന്നതിനുള്ള ഫീസ് 3000 ചതുരശ്ര അടി മുതലുള്ള കെട്ടിടങ്ങൾക്കേ ഉള്ളൂ. 3000 മുതൽ 5000 വരെ ഉള്ള ചതുരശ്ര അടിയുള്ള കെട്ടിടങ്ങൾക്ക് ഭൂമിയുടെ ന്യായവിലയുടെ 5% ഫീസായി ഈടാക്കുന്നത്. അതോടൊപ്പം തന്നെ 5000 മുതൽ 10000 വരെയുള്ള വാണിജ്യ കെട്ടിടങ്ങൾക്കുള്ള ക്രമവൽക്കരിച്ച് നൽകുന്നതിനായി ഭൂമിയുടെ ന്യായവിലയുടെ 10% ഈടാക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. 5000-ന് മുകളിലാണെങ്കിൽ അത് 20%-ആയി മാറും. അങ്ങനെ ഫീസിൻ്റെ കാര്യത്തിൽ നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ അംഗീകരിച്ച ഫീസിൽ നിന്നും ഒരല്പം ഇളവ് വരുത്തിക്കൊണ്ടാണ് മന്ത്രിസഭ തീരുമാനമെടുത്തിരിക്കുന്നത്. പൊതുവിൽ മലയോര ജനതയ്ക്ക് സ്വീകാര്യമായ ഒരു ചട്ടമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്കിലും അത് പ്രാബല്യത്തിൽ വരാൻ ചെറിയ ചില കടമ്പകൾ കൂടിയുണ്ട്. അത് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കലാണ്. അതും വൈകാതെ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. LDF സർക്കാരിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് പാലിക്കപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.